അപ്പോൾ കാലിക്കറ്റ് എയറോൻ്റെ കീഴിൽ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം എയറോൻ്റെ നോട്ടിഫിക്കേഷനും കൂടി ഓൺ ദി സ്പോട്ടിൽ ആ ഒരു സമയത്ത് തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ തിരുവനന്തപുരം എയറോൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് 12 മാർച്ച് 2025 നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക, അതായത് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം നിങ്ങൾക്ക് 10 ഏപ്രിൽ 2025 വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതിൻ്റെ എക്സാമിനേഷൻ ഏകദേശം ജൂൺ 2025 കൂടി നടക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു റാലിയിലേക്ക്, അതായത് തിരുവനന്തപുരത്തിൻ്റെ അണ്ടറിൽ അപേക്ഷിക്കാൻ പറ്റുന്ന ജില്ലകൾ നോക്കുകയാണെങ്കിൽ ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ആൻഡ് ഇടുക്കി ജില്ലയിലുള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അഗ്നിവീർ GD ജനറൽ ഡ്യൂട്ടിക്ക് അപേക്ഷിക്കാനായിട്ട്, ഇത് അഗ്നിവീർ പോസ്റ്റാണ്, ശ്രദ്ധിക്കുക, 4 വർഷത്തേക്കുള്ള പോസ്റ്റാണ്. സോ അഗ്നിവീർ GDയിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ 45% മാർക്കോട് കൂടി വേണം. അതുപോലെ തന്നെ 33% ഈച്ച് ഓരോരു സബ്ജക്റ്റിനും ആവശ്യമായിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മുൻപ് ചെയ്ത കാലിക്കറ്റ് എയറോൻ്റെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് D+ ഇല്ലാതെ നോക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. D+ ഉണ്ട്, അതിൻ്റെ മാർക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ ഹാജരാക്കണം. അതൊക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കൂടിയുള്ളവർക്ക്, LMV ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ കൂടിയുള്ളവർക്ക് മുൻഗണന നൽകപ്പെടുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇനി അഗ്നിവീർ ടെക്നിക്കലാണ്, +2 വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. +2ൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം 50% മാർക്കോട് കൂടി. അതുപോലെ ഓരോരു സബ്ജക്റ്റിനും 40% മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെ തന്നെയാണ് ഏജ്. അപ്പോൾ ഈ ഒരു യോഗ്യത ഇല്ലെങ്കിൽ മറ്റൊരു യോഗ്യത പറയുന്നുണ്ട്. +2ൽ സയൻസോട് കൂടി ഇപ്പം പറഞ്ഞ സബ്ജക്റ്റോട് കൂടി ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ITI പറയുന്നത് കാണാൻ സാധിക്കും. ITI കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മിനിമം 1 ഇയർ റിക്വയർഡ് ഫീൽഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതുമില്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ കൂടെ 50% മാർക്ക്, അതുപോലെ മിനിമം 40% മാർക്കിൽ ഇംഗ്ലീഷ്, മാത്സ്, സയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതും വിത്ത് 2 ഇയർ ടെക്നിക്കൽ ട്രെയിനിങ് ഫ്രം ITI എന്നുണ്ടെങ്കിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ 2 വർഷത്തെയോ 3 വർഷത്തെയോ ഡിപ്ലോമ ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിലുണ്ടായിരിക്കണം. ഇവിടെ ഒരുപാട് സ്ട്രീം കൊടുത്ത് കാണാൻ സാധിക്കും. നിങ്ങൾ പഠിച്ചതാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾ പഠിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അടുത്ത പോസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ അഗ്നിവീർ ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ പോസ്റ്റാണ്. +2 ആണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക. +2ൽ ആർട്സ്, കൊമേഴ്സ്, സയൻസ് എടുത്ത് പഠിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. വിത്ത് 60% മാർക്ക് ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ മിനിമം ഏകദേശം 50% മാർക്ക് ഓരോരു സബ്ജക്റ്റിനും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. എസ്പെഷ്യലി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇംഗ്ലീഷിൽ 50% മാർക്കോട് കൂടി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ, ഇംഗ്ലീഷിൻ്റെ കൂടെ നിങ്ങൾക്ക് മാത്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ +2ൽ എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അഗ്നിവീർ ട്രേഡ്സ്മാൻ ആണ്, 10ാം ക്ലാസ് വേണം. 33% മാർക്ക് ഓരോരു സബ്ജക്റ്റിനായിട്ട് ചോദിക്കുന്ന കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അഗ്നിവീർ ട്രേഡ്സ്മാൻ 8th പാസ്, അതിനപേക്ഷിക്കുക 8ാം ക്ലാസ് വേണം. 8ാം ക്ലാസ് പാസ്സായിരിക്കണം. 33% മാർക്ക് നിങ്ങൾക്ക് ഓരോരു സബ്ജക്റ്റിന് ആവശ്യമായിട്ടുള്ള കാര്യം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏജ് ലിമിറ്റ് എല്ലാത്തിനും 17 മുതൽ 21 വയസ്സ് വരെയാണ് പറയുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1 ഒക്ടോബർ 2004 അതുപോലെ തന്നെ 1 ഏപ്രിൽ 2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ GDക്ക് അപേക്ഷിക്കുമ്പോൾ 166 സെൻറ്റിമീറ്റർ വേണം. ടെക്നിക്കലിന് അപേക്ഷിക്കുമ്പോൾ 165 സെൻറ്റിമീറ്റർ വേണം. അതുപോലെ ട്രേഡ്സ്മാൻ 10th പാസ്, അതുപോലെ 8th പാസ് 166 സെൻറ്റിമീറ്ററാണ് പറയുന്നത്. സ്റ്റോർ കീപ്പർ 162 സെൻറ്റിമീറ്റർ വേണം. ചെസ്റ്റ് എല്ലാത്തിനും സെയിം ആണ് പറയുന്നത്. 77 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റിയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. സോ ഇതാണ് അഗ്നിവീറിൻ്റെ സാലറി. ഇത് നമ്മൾ ഓൾറെഡി അഗ്നിവീർ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത്, അതായത് കാലിക്കറ്റ് എയറോൻ്റെയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആദ്യ വർഷം നിങ്ങൾക്ക് 30,000 ഉണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുന്നത് 21,000 ആയിരിക്കും. ബാക്കി ഗവൺമെൻറ് അവിടെ പിടിച്ചു വെക്കും. അങ്ങനെ ഗവൺമെൻറ്റും നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വെക്കുന്ന എമൗണ്ടും ഗവൺമെൻറ്റും കൂടി ചേർന്നിടുന്ന എമൗണ്ടൊക്കെ കൂടി ഒരു 10 ലക്ഷത്തിൻ്റെ അടുത്ത് രൂപ നിങ്ങൾ 4 വർഷം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അതാണ് ഈ ഒരു അഗ്നിവീറിൻ്റെ സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത്. ദെൻ ഇതിന് എക്സാമിനേഷനാണ് ആദ്യം ഉണ്ടാവുക. എക്സാമിനേഷന് ഫീസ് ഉണ്ട്. 250 രൂപ നിങ്ങൾ ഫീസായിട്ട് അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ ആദ്യഘട്ട എക്സാം പാസ്സായാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നതായിരിക്കും. ഫിസിക്കലിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുള്ളതെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ വരുന്നത് 1600 മീറ്റർ നിങ്ങൾ ഓടി തീർത്തേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കും. സോ ഈ ഒരു 1600 മീറ്റർ ഓടാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ സമയം കാണാൻ സാധിക്കുന്നതാണ്. 5.5 മിനിറ്റിൽ ഓടി തീർത്തി കഴിഞ്ഞാൽ 60 മാർക്ക് ലഭിക്കും. അതുപോലെ 6 മിനിറ്റ്
15 സെക്കൻഡ് വരെ എത്തിക്കഴിഞ്ഞാൽ 24 മാർക്കാണ് ലഭിക്കുക. പിന്നെ അതുപോലെ പുള്ളപ്പ് കാണാൻ സാധിക്കുന്നതാണ്. പുള്ളപ്പിന് 10 എടുത്താൽ 40 മാർക്ക്, 6 എടുത്താൽ 16 മാർക്കാണ് ലഭിക്കുന്നത്. അതുപോലെ 9 ഫീറ്റിൻ്റെ ഡിച്ച് ഉണ്ട്, ക്വാളിഫൈ ചെയ്താൽ മതി. സിക്സാക്ക് ബാലൻസിംഗ് ഉണ്ട്, ക്വാളിഫൈ ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. മുൻപ് നമ്മൾ കാലിക്കറ്റ് എയറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. ഇതിലും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം സെയിം തന്നെയാണ്. ആകെ അപേക്ഷിക്കാൻ പറ്റുന്ന ജില്ലകളുടെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട.